ഹലോ എല്ലാവർക്കും എയർജവേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം ഓർമ്മ വരുന്ന മുഖം ഏതാണ്? സൂപ്പർ സ്റ്റാർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വരുന്നത് രജനീകാന്ത്. നമ്മൾ പണ്ട് മുതലേ, ഞാൻ ബോധം വെച്ച കാലം മുതലേ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആരുടെ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് പേഴ്സണലി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം. കാരണം ലാലേട്ടനോ മമ്മൂക്കയോ ഒന്നും സൂപ്പർ സ്റ്റാർ എന്നൊരു വേർഡ് യൂസ് ചെയ്ത് ആരും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. അതിന് മുമ്പ് ലാലേട്ടനെ യൂണിവേഴ്സൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് കേൾക്കാനാണ് മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി STയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന വരാഹം എന്ന് പറയുന്ന പടത്തിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. സനൽ വി ദേവൻ എന്ന ആളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ, അതിനൊക്കെ നവ്യ നായരൊക്കെ ഒരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന സിനിമയാണ്. അപ്പം തന്നെ നമുക്ക് വരാഹം എന്ന സിനിമയുടെ ആ ഒരു ടീസർ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് സംഭവം എന്ന് ഇതുവരെ ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. റെഡി. ഈ ഒരു ടീസറിൻ്റെ തമ്മിലിൽ നമ്മുടെ സുരേഷ് ചേട്ടനെ കാണുമ്പോഴത്തേക്കും എനിക്ക് എലോൺ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടനാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ആ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും പക്ക എലോണിലെ ലാലേട്ടനായിട്ടാണ് തോന്നുന്നത്. പക്ക അതേപോലെ തന്നെ. എന്തായാലും നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. റെഡി. ഓ, ത്രില്ലറാണ് കേട്ടോ. ശരിക്കും കാളെ ഉണ്ടാക്കുന്നതാ. എൻ്റെ മോനെ ആ നോട്ടം. ഹാപ്പി ബർത്ത്ഡേ അവർ സൂപ്പർ ഹീറോ. അത് പൊളിച്ച്. വരാഹം ഡയറക്റ്റഡ് ബൈ സനൽ വി ദേവൻ. ഓക്കെ, ത്രില്ലറാണ് കേട്ടോ സംഭവം. രസമായിട്ടുണ്ട്. കൂടുതലൊന്നും പറയാറായിട്ടില്ല. ഈ ഒരു ടീസർ കൊള്ളാം. പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അഭിപ്രായം പറയാനായിട്ടൊന്നും ഇല്ല. ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ത്രില്ലർ മോഡിലുള്ള പടമാണെന്ന് മനസ്സിലായി. ഇതിനു മുമ്പ് വരാഹമെന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു മാസ് സംഭവമാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും ടീസർ ഒരു പക്ക മിസ്റ്ററി ത്രില്ലർ പോലെയുള്ളൊരു ടീസറാണ് വന്നിരിക്കുന്നത്. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ, എന്നാലേ കൂടുതൽ അഭിപ്രായം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ അടുത്ത പടം കൂലി. നമ്മുടെ ലോകേഷ് കനകരാജ് സംഭവം ആയി മാറണേ എന്ന് ആഗ്രഹിക്കുന്ന പടം. അപ്പോൾ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ജൂലൈ 1-ാം തീയതി തൊട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു പിക്ക് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതായത് പോസ്റ്ററോ കാര്യങ്ങളൊന്നുമല്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷും കൂടി ഈ ഒരു സിനിമയിലെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ലുക്ക് ടെസ്റ്റ് നടത്തുന്ന സിനിമയ്ക്ക് മുമ്പ് ആ ഒരു ലുക്ക് ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഇടയിൽ എടുത്ത ഒരു സെൽഫിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ കാല എന്ന് പറയുന്ന പടം ആ ഒരു ലുക്കുമായിട്ടൊക്കെ ചെറിയ സാദൃശ്യങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നല്ല പോലെ ലോകേഷ് പണ്ണട്ടെ, നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ എന്തായാലും LCU അല്ലെന്ന് ലോകേഷ് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ അതിലേക്കുള്ള നോട്ടങ്ങളൊക്കെ വളരെ കുറവാണ്. കൂടുതൽ എന്താ പറയുക, ഡീകോഡിങ്ങും കാര്യങ്ങളും LCU അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത എന്തായാലും കുറവാണ്. എന്തായാലും നല്ലൊരു കിടക്കൻ പടം തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത ഒരു ബിഗസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൽക്കി നാളെ റിലീസാകാനായിട്ട് പോവുകയാണ്. കൽക്കി AD 2898. പ്രഭാസിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ പടം. അമിതാഭ് ബച്ചനുണ്ട്, കമൽഹാസനുണ്ട്, ദീപിക പദുക്കോണുണ്ട്, വിജയ് ദേവരകൊണ്ടയുണ്ട്. കൂടാതെ ദുൽഖർ സൽമാനും ഉണ്ട്. അത് കൺഫേംഡ് ആയിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ ഒരു കോമിയോ അപ്പിയറൻസ് ആയിട്ട്, അതായത് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ ബിഗ് സ്ക്രീനിൽ വരാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പടങ്ങളിൽ ഒന്നിലാണ്. തീർച്ചയായിട്ടും ദുൽഖർ ഫാൻസിനൊക്കെ ആർമാദിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രഭാസും സിനിമയുടെ ഡയറക്ടറും തന്നെയാണ്. ഇപ്പം കുറച്ച് മുമ്പ് ഒരു ഇൻസ്റ്റാ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സിനിമയ്ക്കകത്ത് ദുൽഖർ ഉണ്ട്, വിജയ് ദേവരകൊണ്ടയുണ്ട് എന്നൊക്കെ അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇതുവരെ എന്നെ ഈ ഒരു പടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത്, എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചത്, കമൽഹാസൻ എന്ന നടൻ്റെ വില്ലൻ പെർഫോമൻസ് അതെങ്ങനെ ആയിരിക്കും എന്നറിയാനായിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ ഏറ്റവും ആകാംക്ഷയോട് കൂടി ഇതുവരെ ഞാൻ കാത്തിരുന്നത്. ഇനി നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ DQ പുള്ളിയുടെ റോൾ എന്താണ്, ഈ ഒരു വലിയ പടത്തിൽ എന്താണെന്ന് അറിയാനായിട്ടുള്ള കാത്തിരിപ്പാണ്. എന്തായാലും നമുക്ക് നാളെ പോയി സിനിമ കാണാം. സിനിമയുടെ അഭിപ്രായമായിട്ട് വരാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.